അല്ല, ആരുടെ വോട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന സിദ്ധാന്തത്തിൽ വോട്ട് ചെയ്യാനുള്ള BJP-കാരൻ്റെ വോട്ട് പോലും ഞങ്ങൾക്ക് ഇത് വേണ്ടാന്ന് പറയില്ല. ഞങ്ങളുടെ നിലപാടുകൾക്ക് യോജിച്ചുകൊണ്ട് BJP-യുടെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ സഹകരിക്കാൻ താല്പര്യമുള്ള ആരുടെ വോട്ടും ഞങ്ങൾ വാങ്ങിക്കും. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വർഗീയതയ്ക്ക് എതിരാണ് എന്ന് കോൺഗ്രസും ഇടതുപക്ഷവും അവകാശപ്പെടുന്നു. ആ വർഗീയതയ്ക്കെതിരായുള്ള കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തങ്ങളാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇതിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്ന സാഹചര്യത്തിലും ഇടതുപക്ഷം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം BJP-യെ പോലുള്ള ഒരു വർഗീയ പാർട്ടിയുമായി കോൺഗ്രസിന് ബന്ധമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത് BJP-യുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് BJP-യുടെ വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുകയാണ് എന്നടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു. ഈ വിഷയത്തിൽ RSSനെ പറ്റി പറയുമ്പോൾ മറുതലയ്ക്കൽ SDP-യെ പോലെയുള്ള ഒരു സംഘടനയുടെ വോട്ട് കോൺഗ്രസിന് വേണോ എന്ന ചോദ്യം എല്ലാ മാധ്യമങ്ങളും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോടും പ്രവർത്തകരോടും സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിനോടും ചോദിക്കുന്നുണ്ട്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനം ഈ വിഷയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വർഗീയതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന, ഈ രാജ്യത്തെ വർഗീയതയെ വളർത്തുവാൻ ശ്രമിക്കുന്ന, ഈ രാജ്യത്തെ കോലാഹലങ്ങൾ നടത്തുവാൻ ശ്രമിക്കുന്ന, ഈ രാജ്യത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകളുടെ വോട്ടുകൾ എനിക്ക് വേണ്ട എന്നായിരുന്നു. അത് വ്യക്തിനിഷ്ഠമായ ഒരു വ്യക്തി, അത്തരത്തിലൊരു വ്യക്തിയുടെ വോട്ട് എനിക്ക് വേണ്ട. അത് RSS ആണെങ്കിലും SDP ആണെങ്കിലും അത്തരത്തിൽ വർഗീയത വളർത്തുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ വോട്ട് എനിക്ക് വേണ്ട എന്ന് രാഹുൽ മാങ്കൂട്ടം പറയുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് KC വേണുഗോപാലിനോട് ഇത്തരത്തിലൊരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അതിന് അദ്ദേഹം നൽകിയ മറുപടി കാണാം. മുഖ്യമന്ത്രി പറയുന്നത്, മുഖ്യമന്ത്രിക്ക് OK വാസുവിനെ അറിയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ OK വാസുവിനെ കുറിച്ച്? കണ്ണൂരിൽ പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം. അദ്ദേഹം മലബാർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കി ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അശോകൻ ഉണ്ടായിരുന്നു, OK വാസുവിൻ്റെ കൂടെ. അശോകൻ CPM പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി. അദ്ദേഹം ആരാണ് അശോകൻ? അവിടെ RSS CPM സംഘടനത്തിൽ പിടഞ്ഞു വീണ സഖാക്കളുടെ കുടുംബത്തോട് ചോദിച്ചാൽ അശോകൻ ആരായിരുന്നു, OK വാസു ആരായിരുന്നു എന്ന് പറയും. ആ OK വാസുവിനും അശോകനും പിരിച്ചിട്ട് കൊടുത്ത പാർട്ടി പോട്ടെ. മുഖ്യമന്ത്രി ഇപ്പോൾ അതിനകത്ത് മുഖ്യമന്ത്രിയോട് മറുപടി ഞാൻ പറയേണ്ട കാര്യമില്ല. MP രാജേഷ് പറഞ്ഞിട്ടുണ്ട് 2-3 ദിവസം മുമ്പ്. അത് നിങ്ങളുടെ തന്നെ മാധ്യമങ്ങളോട് രാജേഷ് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, ഞങ്ങളുടെ മുഖ്യ ശത്രു രാജ്യത്തെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർഗീയതയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJP-യുടെ വർഗീയ അജണ്ടയ്ക്കെതിരായിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം. ആ പോരാട്ടം നേരിടുന്നത് അവരെ ദുർബലപ്പെടുത്തിക്കൊണ്ടാണ്. അവരെ ദുർബലമാക്കാനുള്ള ഏത് പരിശ്രമങ്ങളെയും ആ പാർട്ടി വിട്ട് ആ പാർട്ടിയുടെ ആശയങ്ങൾ വിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ആശയങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നാൽ അവരെ ഞങ്ങൾ സ്വീകരിക്കും. അല്ലല്ല, അങ്ങനെ ഒന്നുമില്ല. കോൺഗ്രസ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണത്. കോൺഗ്രസ് ലീഡർഷിപ്പ് എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം ഒറ്റക്കെട്ടായിട്ട് എല്ലാവർക്കും ബാധകവുമാണ്. നിങ്ങളെ ഇത്തരം വാർത്തകളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. ആ കാര്യത്തിൽ സർപ്രൈസ് അല്ലെന്ന്, നിലപാടുകൾ എടുത്തു വരുന്നവരെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് എല്ലാവരും അറിയും. എനിക്കറിയില്ല അങ്ങനെ ഒരു ആലോചന ഉള്ളതായിട്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലല്ലേ ഇപ്പോൾ ED ഇരിക്കുന്നത്. EDയെ കൂടെ അന്വേഷിപ്പിക്കട്ടെ ഇതൊക്കെ. എന്തെങ്കിലും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്ന് പറയുന്ന പോലെയല്ലേ ഇതൊക്കെ ഈ കാര്യത്തെക്കുറിച്ചൊന്നും അങ്ങനെ പറയേണ്ട യാതൊരു കാര്യമില്ല. മാത്രമല്ല, ഒരു ഡീലിലും വിശ്വസിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. അതൊക്കെ വിശ്വസിക്കുന്ന അവരാണ് ഡീല് നടത്താറുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ വന്ന ഉടനെ സ്ഥാനം കൊടുക്കുന്നതൊക്കെ ആരാണ്? ഏത് പാർട്ടിയാണ്? പാർട്ടി വിട്ട് വന്നാൽ ഉടനെ സ്ഥാനം കൊടുക്കുന്ന ഏത് പാർട്ടിയാണ്?
അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആയിട്ട് തന്നെ പോരാട്ടം, കാരണം അതാണ് ഇവിടുത്തെ പാറ്റേൺ. ഈ പാറ്റേൺ കണ്ട് ആർക്കും ഏത് രാഷ്ട്രീയ പ്രവർത്തനവും അത് മനസ്സിലാവുമല്ലോ. കഴിഞ്ഞ 4-5 ഇലക്ഷനിലെ പാറ്റേൺ ഉണ്ടല്ലോ, ആ പാറ്റേൺ ഒറ്റയടിക്കങ്ങ് മാറുമോ അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോട് പറയുന്നത്, അവർ ഈ പറയുന്ന അവീത കൂട്ടുകെട്ടിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ടല്ല കൂട്ടുകൊള്ളുന്നത്. അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായി മാറി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇടതുപക്ഷത്തു നിന്ന് മാത്രമല്ല, ബി ജെ പിയുടെ ഈ പറയുന്ന അജണ്ടയെ എതിർക്കാൻ താല്പര്യമുള്ള, അതിനെ തോൽപ്പിക്കാൻ കെൽപ്പുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിലാണ് തോൽപ്പിച്ചത്. അതിന് കഴിഞ്ഞ പ്രാവശ്യം ശ്രീകണ്ഠൻ നിന്നപ്പോഴാണ് പാർലമെൻറ്റിലും ആ ഭൂരിപക്ഷം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള കെൽപ്പുള്ള കോൺഗ്രസ് പാർട്ടിയിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. അങ്ങനെയുള്ള എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണം ഈ ഒരു വലിയ വിപത്തിനെ അവസാനിപ്പിക്കാൻ. കാരണം നമ്മൾ കണ്ടതാണ്, ഞാൻ മണിപ്പൂരിൻ്റെ സ്റ്റോറി പറഞ്ഞു. എന്തൊരു ഭീകരമായ സംഭവങ്ങളാണ് മണിപ്പൂർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു സംസ്ഥാനത്ത്, ഈ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്ത്. അതൊരു പാഠമാണ് നമുക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് അതൊരു പാഠമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ അറിയുന്നില്ല, അതങ്ങനെ ഒരു ശ്രദ്ധയിൽപ്പെട്ടതായിട്ട് അറിയില്ല. അല്ല, ആരുടെ വോട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന സിദ്ധാന്തത്തിൽ വോട്ട് ചെയ്യാനുള്ള ബി ജെ പിക്കാരൻ്റെ വോട്ട് പോലും ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയില്ല. ഞങ്ങളുടെ നിലപാടുകൾക്ക് യോജിച്ചുകൊണ്ട് ബി ജെ പിയുടെ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ സഹകരിക്കാൻ താല്പര്യമുള്ള ആരുടെ വോട്ടും ഞങ്ങൾ വാങ്ങിക്കും. കെ സി വേണുഗോപാൽ ഇവിടെ പറയുന്നത് കോൺഗ്രസ് ഒരു ആശയം മുൻപോട്ട് വയ്ക്കുന്നു, കോൺഗ്രസിൻ്റെ കൃത്യമായ രാഷ്ട്രീയം മുൻപോട്ട് വയ്ക്കുന്നു. ആ രാഷ്ട്രീയത്തോട്, ആ ആശയത്തോട് നിലനിന്ന് പോകുന്ന വ്യക്തികൾ ആരാണോ അവർക്കെല്ലാവർക്കും വോട്ട് ചെയ്യാമെന്ന് പറയുന്നത്. RSSകാരനാണെങ്കിലും വോട്ട് ചെയ്യാം, SDPIക്കാരനാണെങ്കിലും വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നിലപാട് വ്യക്തമാക്കുകയാണ് കെ സി വേണുഗോപാലും രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാർ.